ഖത്തറിലായിരുന്നിട്ടേ ഈ വിദ്യാഭ്യാസവും ഒക്കെ അല്ല കുട്ടിക്കാലമൊക്കെ ഖത്തറിലായിരുന്നിട്ടും നല്ല രസകരമായിട്ട് മലയാളം പറയുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ വീട്ടിലൊക്കെ മലയാളം തന്നെ ആയിരിക്കുമല്ലോ പറയുന്നത് അല്ലേ? അപ്പോൾ ആ ഭാഷയിൽ ഇപ്പോൾ പുറത്തുനിന്നൊക്കെ പഠിച്ചു വരുന്ന ആളുകൾക്ക്, പുറത്ത് ജീവിച്ചു വരുന്ന ആളുകൾക്ക് പല വാക്കുകളും പറയാനൊക്കെ ഉള്ളൊരു തടസ്സം. മലയാളം വായിക്കാനും അറിയാലോ നന്നായി. അപ്പൊ നമ്മൾ വാർത്ത വായിച്ചിട്ടേ പോകണ്ടോ. കലോത്സവങ്ങളാണ് സാധാരണഗതിയിൽ അല്ലേ ഈ പാട്ടുകാരെ പ്രൊഫഷണൽ പാട്ടുകാരാക്കി മാറ്റാറുള്ളത്. അവിടെ ആ നിലയിലുള്ള സൗകര്യങ്ങളും അതൊക്കെ ഉണ്ടോ? ഉണ്ട്. കൂടുതലും ഇന്ത്യൻ ക്ലബ്സിലൊക്കെ ഓണം ആഘോഷമാണ്. ലൈക്ക് ഒരു മാസമൊക്കെയാണ് ഒരു ഓണം ആഘോഷം. പ്രവാസികളുടെ ആഘോഷം എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് വാർത്ത വരാറില്ലേ ഒരു മാസം മുന്നേയുള്ള ഓണത്തിന്റെ പരിപാടി. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു അസോസിയേഷൻസിന്റെ പ്രോഗ്രാമിലെങ്കിലും പാടുക. അപ്പോൾ കോമ്പറ്റീഷൻ വൈസ് വളരെ കുറവായിരുന്നു. ഞാനും അധികം കോമ്പറ്റീഷൻസിന് കലോത്സവം അങ്ങനെയൊന്നും അധികം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നിത്യ പാടിയ പാട്ടുകളിലെ ഇപ്പം ചിത്ര ചേച്ചിയുടെയൊക്കെ ആയാലും നല്ല നല്ല പാട്ടുകൾ നിത്യ സ്റ്റേജുകളിലൊക്കെ കൂടുതൽ ആവശ്യപ്പെടാറുള്ളത് അങ്ങനെയുള്ള പാട്ടുകളാണോ? ഒരു കവറും പാടിയിട്ടുണ്ട്. കവർ സോങ്സ്. ചിത്ര ചേച്ചിയുടെ ഇഷ്ടമുള്ള ഒരു പാട്ട് പാടുമോ? അയ്യോ, ഒരുപാട് പാട്ടുകളുണ്ട്. അതെ, സ്റ്റേജ് ഷോസിൽ മിക്കവാറും ഞാൻ കണ്ടിട്ടുള്ള ഇതിലൊക്കെ അങ്ങനത്തെ പാട്ടുകൾ പാടി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവസാനം ഈ ചിത്രപൂർണ്ണിമയ്ക്കും അതെ അതെ നല്ലൊരു പാട്ടാണ് പാടിയത്. അപ്പൊ ആ പാട്ട് തന്നെ പാടാം അല്ലേ? രാരി രാരിരം ഉണ്ണി സാറിന് ഡെഡിക്കേറ്റ് ചെയ്യും. ഉണ്ണിസാറിന്റെ ഡെഡിക്കേഷൻ പ്രേക്ഷകർ പ്ലീസ് നോട്ട്. ഉണ്ണിസാറിനെ പ്രേക്ഷകർ ആശ എന്നാ വിളിക്കുന്നത്. ആശ. എന്റെ ദൈവമേ, അതങ്ങ് വീഴ്ത്തി. ജീവിതം അല്ലേ? ധന്യവാദം. ഓരോന്ന് അങ്ങോട്ട് ഉണ്ടാക്കി അങ്ങോട്ട് വെക്കും. അതെ 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 അതെ. ആശാനത് ഞാനല്ല, ജംഷീർ ഇട്ട പേരാ. അതെ അതെ. പക്ഷെ എന്തായാലും നിത്യ ഒരു പാട്ടൊക്കെ എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ? അത് വലിയ അഭിമാനമുള്ള കാര്യം കേട്ടോ നിത്യ. അതും രാരി രാരിരം രാരും പാടി രാക്കിളി പാടി പൂമിഴികൾ പൂട്ടിമല്ലി നീയുറങ്ങി ചായുറങ്ങി. ഗംഭീര പാട്ടാണ്. ഇത് വേണുഗോപാലും പാടിയിട്ടുണ്ട് അല്ലെ? ജി വേണുഗോപാലും പാടിയിട്ടുണ്ട്. മോഹൻ സിത്താരയാന്ന് തോന്നുന്നു. മോഹൻ സിത്താര സാറാണ്. 1 മുതൽ 0 വരെ സിനിമ നമ്മുടെ കാലഘട്ടത്തിലൊരു ഹിറ്റ് പാട്ടാണ് ചിത്രയുടെ. അതിഗംഭീരമായ കേട്ടോ. അത് നല്ല സിനിമയുമായിരുന്നു. ഈ സിനിമയിലേക്ക് വന്നു ഇപ്പോൾ എടക്കാട് ബറ്റാലിയൻ 06 സോഫി സുജാതയും ആദ്യത്തെ 3ാമത്തെ പാട്ടായപ്പോഴേക്കും സ്റ്റേറ്റ് അവാർഡ് വന്നു. അതൊരു സമ്മർദ്ദമായോ മുന്നോട്ടുള്ള പാട്ടുകളിലൊക്കെ ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നറായിട്ടുള്ള ഒരു ഗായികയാണെന്നുള്ളത്? പിന്നീടുള്ള നമ്മുടെ എഫേർട്സിനാണ് കൂടുതലും. അവാർഡ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും സ്പെഷ്യലാണ്. അതിൻ്റെ എല്ലാവരുടെ ടീമിൻ്റെ എഫേർട്ടാണ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മൾ കൂടുതലും എഫേർട്ട് എടുത്ത് നമ്മൾ പാടിയാലേ അതിൻ്റെതായ നമുക്ക് റിസൾട്ട് കാണാനും പറ്റുള്ളൂ. ട്രാവലൊക്കെ ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും ട്രാവലിംഗ് ഒരുപാട് ഇഷ്ടമാണ്.